ഷബീറാണ് എന്റെ പേര്. സകലം എന്നുള്ള എന്റെ ചാനലിന്റെ. ഏതായാലും പിന്നെ ഇന്നിപ്പോ നമ്മളുടെ നാട്ടില് വേങ്ങര മണ്ഡലത്തില് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന KM ഷാജിയുടെ നേതൃത്വത്തില് ഒരു മോർണിംഗ് വാക്കിന് ഒരുങ്ങാണ്. ഒരുപാട് യുവാക്കളൊക്കെ അവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് നടക്കാം. ഈ ഒരു നടത്തത്തില് ഒരു കാര്യം കൂടി എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ എന്താ പറയാ, കണ്ണൂര് അഴീക്കോട് രാഷ്ട്രീയത്തിന് ശേഷം ഞങ്ങളുടെ വേങ്ങര മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് വേങ്ങരയെ കാണുന്നത്? പ്രത്യേകിച്ചും വേങ്ങര മണ്ഡലം എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ കരുത്തനായ നേതാവ് PK കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ മണ്ഡലമായിരുന്നു. ആ നിലക്ക് ഞങ്ങൾ വോട്ടർമാർക്ക് നിങ്ങൾ നൽകുന്ന ഒരു ഉറപ്പെന്താണ്? അല്ല, ഈ വികസനവുമായി ബന്ധപ്പെട്ടാണ് രാഷ്ട്രീയം സംസാരിക്കണതെങ്കിൽ കണ്ണൂരിൻ്റെ ഒരുപാട് മുമ്പിലാണ് പിന്നെ ഈ വേങ്ങര നിൽക്കുന്നത് എന്ന് ഉറപ്പാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഇൻറ്റേർണൽ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ പരിശോധിച്ച് നോക്കിയാൽ വളരെ വലുതാണ്. അതേസമയത്ത് നമ്മളുടെ ഒരു എന്താ പറയുക, ഒരു രാഷ്ട്രീയത്തിൻ്റെ ചൂടും ചൂരും നോക്കുകയാണെങ്കിൽ കണ്ണൂരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളതാണ് മലപ്പുറം എന്ന് പറയുന്നത്. കുറച്ചുകൂടെ സൗഹൃദമായിട്ടും നമ്മളുടെ അനാവശ്യമായ എന്താ പറയുക, രാഷ്ട്രീയം അനാരോഗ്യകരമായ പ്രവണതകളില്ലാത്ത രാഷ്ട്രീയമുള്ള സ്ഥലമാണ് മലപ്പുറം എന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയും. കാരണം വെച്ചാൽ നമ്മൾ എവിടെ പോയാലും, നമ്മൾ ഏത് തരത്തിൽ പോയാലും എല്ലാവർക്കും ഒരു അക്സെപ്റ്റൻസ് ഉണ്ട്. ശത്രുക്കൾക്കായാലും മിത്രങ്ങൾക്കായാലും എതിരാളികൾക്കായാലും കൂടെ ഘടകകക്ഷികൾക്കായാലും ഒക്കെ തന്നെ ഒരു ഇൻക്ലൂസീവായിട്ടുള്ള ഒരു രാഷ്ട്രീയം മലപ്പുറത്തിനുണ്ടെന്നാണ് എൻ്റെ തോന്നുന്നത്. ഞങ്ങളെ വേങ്ങരയെ കുറിച്ച് ശരിക്കും പഠിച്ചോ? നന്നായി പഠിച്ചു. ഒന്നാമത് ഒരു സുഖം എന്താ വെച്ചാൽ ഒരുപാട് പഠിക്കാനില്ല എന്നുള്ളതാണ്. ഞാൻ ബേസിക്കലി ഒരു മലപ്പുറത്തുകാരനാണ്. എൻ്റെ വാപ്പ വേങ്ങരൊക്കെ എന്താണ് പിന്നെ ഇവിടെ അരീക്കോട് പിന്നെ ഭാഗമാണ്, ആലിഞ്ചോട്ടിലാണ്. അവിടുന്ന് അങ്ങോട്ട് സെറ്റിലായ ആളുകളാണ് ഞങ്ങളുടെ ഫാമിലി എന്ന് പറയുന്നത്. മലപ്പുറത്ത് സെറ്റിലായ ഫാമിലിയാണ്. ഉമ്മ എയർപോർട്ടിൻ്റെ അടുത്താണ്. അപ്പോൾ പിന്നെ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് പോയ ആളുകൾ എന്നുള്ള ആൾക്കും നിരന്തരമായി രാഷ്ട്രീയമായിട്ട് നമ്മൾ പിന്നെ വരുന്ന സ്ഥലം എന്നുള്ള ആൾക്കും അങ്ങനെ പഠിക്കാനൊന്നും ഒരു പരിധി. എന്തായാലും എല്ലാവിധ ആശംസകളും, ഓൾ ദ വെരി ബെസ്റ്റ്. ഈ ഒരു നടത്തത്തിനും ഈ ഒരു നടത്തം വിജയത്തിലേക്കുള്ള ഒരു നടത്തമാവട്ടെ. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ പവർ ഉള്ളത് എൻ്റെ കയ്യിലാണ്, നിങ്ങളുടെ കയ്യിലാണ്, നമ്മുടെ കയ്യിലാണ്. ആ ഒരു പവർ 9-ാം തീയതി നമ്മൾ വളരെ കൃത്യമായിട്ട് തന്നെ ഉപയോഗപ്പെടുത്തുക. ഏത് നാട്ടിലായാലും ആ നാടിൻ്റെ വികസനത്തിന് വേണ്ടി, ആ നാട്ടുകാരുടെ നന്മയ്ക്ക് വേണ്ടി എണീറ്റ് നിൽക്കുന്ന, മുന്നിട്ടിറങ്ങുന്ന, അധികാരം ഉപയോഗപ്പെടുത്തുന്ന നല്ലവരായ സ്ഥാനാർത്ഥികളെ നമ്മൾ തിരഞ്ഞെടുത്ത് അയക്കുക. എല്ലാ സ്ഥലങ്ങളിലും നല്ലത് മാത്രം സംഭവിക്കട്ടെ.